എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ക്യാപ്റ്റൻ ലീവായും നമ്മുടെ ഹീറോയിൻ ടീമും അവരെല്ലാവരും ഇപ്പോൾ ഹീറോയുടെ ആ ഒരു വില്ലേജ് അത് തിരികെ പിടിക്കാനും ആ ബേസ്മെന്റിലേക്ക് പോയി ടൈറ്റന്റെ രഹസ്യം ഇതെന്താണെന്നും അറിയാനായിട്ട് അങ്ങനെ മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ മാർഗമധ്യേ ഒരുപാട് ടൈറ്റൻസിന്റെ അറ്റാക്ക് നേരിടേണ്ടി വന്നു. സോ അവര് അതെല്ലാം തന്നെ അതിജീവിച്ച് ഇപ്പോൾ വലിയ കാട്ടിലൂടെ മുൻപോട്ടേക്ക് കുതിക്കുകയാണ്. സമയത്ത് അപ്രതീക്ഷിതമായി ഒരു വലിയ ഫീമെയിൽ ടൈറ്റൻ അതാണെങ്കിൽ ബുദ്ധിപരമായിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ക്യാപ്റ്റൻ ലീവായും അദ്ദേഹത്തിന്റെ സൈന്യവും ചേർന്ന് അതിനെ ഇടി ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് ബുള്ളറ്റ്സ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തു വലിയ വലിയ നെറ്റ് ഉപയോഗിച്ച് അതിനെ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ അതിനെ കണ്ട് ഭയങ്കര അത്ഭുതം. ഇതൊരു കൊളോസ്ട്രിയൽ ടൈറ്റൻ ആണോ അതോ അബ്നോർമൽ ടൈറ്റൻ ആണോ ചിന്തിച്ച് അവ കൺഫ്യൂസ്ഡ് ആവും. ഹീറോയുടെ കൂടെയുള്ള സോൾജേഴ്സ് ആണെങ്കിൽ നീ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞ് കുറെ കൂടെ അവനെ മുൻപോട്ടേക്ക് കൊണ്ടുപോവാണ്. അവരാണെങ്കിൽ വീണ്ടും വീണ്ടും റോപ്പും ബുള്ളറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ മഞ്ഞമുടിയൻ ടീമും നിൽക്കുന്ന ഭാഗത്തേക്ക് ഒരു ടൈറ്റൻ കയറി വരികയാണ്. നനാബയാണെങ്കിൽ തിരിച്ച് കുലുക്കൊന്നുമില്ല, സിമ്പിളായിട്ട് പറയും അത് കയറി വരട്ടെ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാം, അത് മുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് അടുത്ത മരത്തിലേക്ക് പോകാമെന്ന് പറയും. ഇവിടെ സഷയാണെങ്കിൽ ഭയന്ന് എന്തുകൊണ്ടായിരിക്കും കാടിനകത്തു നിന്ന് ഇത്രയും വലിയ ശബ്ദം വരുന്നതെന്ന് പിക്കാസിയോട് ചോദിക്കും. അപ്പോ ഇവിടെയാണെങ്കിൽ ആ വലിയ ടൈറ്റൻ മുകളിലേക്ക് കയറി വരുന്ന കണ്ട മഞ്ഞമുടിയൻ ടീമുമാണെങ്കിൽ മറ്റൊരു മരത്തിലേക്ക് കയറി പോകാനായിട്ട് ശ്രമിക്കും. ആ ടൈറ്റൻ മരത്തിന് മുകളിലേക്ക് കയറുന്നത് കണ്ട് ഇപ്പോൾ ജിന്നിനോട് പറയും ഇവറ്റകൾക്ക് എങ്ങനെ മരത്തിന് മുകളിലേക്ക് കയറാൻ കഴിയുന്നു, സോ ഇവറ്റകൾക്ക് പഠിക്കാൻ കഴിവുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. അതിന് ജിൻ പറയും ടൈറ്റൻസിന് ആ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ചില ടൈറ്റൻസ് മാത്രമേ അപ്രകാരം ചെയ്യൂ. ജിയസ് ആണെങ്കിൽ ആ കാര്യം തിരിച്ചറിയും. അത് ആ ഒരു വലിയ ടൈറ്റനെ അതിനെ പിടിക്കാനും ഇതിന്റെ ഉള്ളിലുള്ളത് ആരാണെന്ന് കണ്ടെത്താനും വേണ്ടിയാണ് അതിനെ ശരിക്കും ട്രാപ്പ് ചെയ്ത് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഈ കാര്യം പെട്രയും ഒപ്പമുള്ള സോൾജിയേഴ്സും പറയും. അതുകൊണ്ട് ഹീറോ ആണെങ്കിൽ വണ്ടർ അടിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളെ മാറ്റി നിർത്തേണ്ട കാര്യം എന്താ? കോപ്സിലെ ഇത്രയും വലിയ ഓഫീസേഴ്സായ നിങ്ങളോട് ആ കാര്യം പറയാതിരുന്നത് അത് വളരെ മോശമായി പോയെന്ന് ഹീറോ ആണെങ്കിൽ അവരോട് പറയും. അത് കേട്ട് പെട്ര ആണെങ്കിൽ അവനോട് പറയും ക്യാപ്റ്റനും കമാൻഡറും അത് ഞങ്ങളിൽ നിന്ന് വെച്ചു എന്നാണോ നീ പറഞ്ഞു വരുന്നത്? അവർക്ക് ഞങ്ങളെ വിശ്വാസമില്ല എന്നാണോ നീ ഉദ്ദേശിച്ചത്? അതിന് ഹീറോ ആണെങ്കിൽ നൈസായിട്ട് പറയും അങ്ങനെയൊന്നുമില്ല, എങ്കിലും എനിക്കൊരു സംശയം. അത് കേട്ട് ഓപ്പോസിറ്റ് ഉള്ളവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും ഇനിയും തുറന്ന് ഇതുപോലെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പെട്ര അവന്റെ മുഖത്ത് തന്നെ ഒരു കുത്തുവെച്ച് കൊടുത്തേക്ക്. ഇതിന് പെട്ര ആണെങ്കിൽ ഇപ്പൊ അവനോട് പറയും അവൻ പറഞ്ഞതിലൊരു കാര്യമുണ്ട്, കമാൻഡർ നമ്മളെ മാറ്റി നിർത്തിയതിൽ മറ്റൊരു വലിയ അർത്ഥമുണ്ട്. അതായത് ഹ്യൂമൻസ് ടൈറ്റനായി മാറാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കുന്ന ഏതോ ഒരു ചാരൻ നമ്മുടെ ഇടയിലുണ്ട്. കട്ട് ചെയ്ത നമ്മുടെ മഞ്ഞമുടിയനും അവന്റെ കൂടെ ഉള്ളവരും അവരും ഇതേ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്. ജിന്നാണെങ്കിൽ തറപ്പിച്ചു പറയും ഏതോ ഒരു ചാരൻ നമ്മളോടൊപ്പം ഉണ്ട്. ആ രണ്ട് ടൈറ്റനെ കൊന്നു കളഞ്ഞതും ഇതേ ചാരൻ തന്നെയായിരിക്കും. അത് കണ്ടെത്താനാണ് ഇപ്പോ ഇപ്രകാരം ഒരു മൂവ്മെന്റ് സ്പെഷ്യലായിട്ട് പറയും. സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മുൻപേ അറിയാമായിരുന്നു. അത് കേട്ട് പെട്രയാണെങ്കിൽ അവനെ കളിയാക്കും. ഓ, നീ ക്യാപ്റ്റൻ ലീവായ പോലെ അഭിനയിക്കുകയാണോ? പക്ഷെ ഹീറോയ്ക്കാണെങ്കിൽ അതൊന്നും റിലേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ഈ സത്യം കണ്ടെത്താനായിട്ട് ഇത്രയും പേരെ കൊലയ്ക്ക് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. എൽഡാണെങ്കിൽ അത് കേട്ട് വണ്ടർ അടിക്കും. അപ്പോ കമാൻഡർ ചെയ്തത് തെറ്റാണെന്നാണോ നീ പറയണേ? ഇവിടെ മഞ്ഞമുടിയന്റെയും ജിന്നിന്റെ അടുത്തേക്ക് കയറി വന്ന ആ ഒരു ടൈറ്റനാണെങ്കിൽ താഴേക്ക് വീഴും. ഞാണെങ്കിൽ മഞ്ഞമുടിയനോട് പറയും സത്യത്തിൽ നമുക്കിടയിൽ ഒരു ടൈറ്റൻ സ്പൈ ഉണ്ടെങ്കിൽ ആ കാര്യം വിശ്വാസമുള്ള കുറച്ചു പേരോടെങ്കിലും അദ്ദേഹത്തിന് തുറന്നു പറയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രയും കോംപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഇതിന് മഞ്ഞമുടിയനാണെങ്കിൽ ജിന്നിനോട് പറയും അദ്ദേഹത്തിന്റെ തീരുമാനത്തെ കുറ്റപ്പെടുത്താൻ പൂർണ്ണമായിട്ടും എന്നെ കൊണ്ട് കഴിയില്ല. കാരണം നടക്കേണ്ട കാര്യങ്ങൾ എന്തായാലും നടക്കും. മതിലിനകത്ത് ഒരുപാട് ജനങ്ങളുടെ ജീവൻ അത് സംരക്ഷിക്കേണ്ട റെസ്പോൺസിബിലിറ്റി, മതിലിനോട് ചേർന്നും മതിലിന്റെ പുറത്തുമായിട്ട് ഒരുപാട് സോൾജിയേഴ്സിന്റെ ജീവൻ, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലും അദ്ദേഹത്തിനെ പോലുള്ള കമാൻഡേഴ്സിന്റെ ശ്രദ്ധയിലുമാണ്. സോ അവരെല്ലാ കാര്യങ്ങളും വളരെയധികം ആലോചിച്ച് തന്നെയായിരിക്കും തീരുമാനത്തിലെത്തുന്നതും ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും. ക്യാപ്റ്റൻ ലീവായി ആണെങ്കിൽ ജനങ്ങളുടെ ലൈഫ് അത് പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇപ്പോ സോൾജിയേഴ്സിന്റെ ലൈഫ് ബലി കൊടുത്തത്. പെട്രയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയും എർവിനില് ക്യാപ്റ്റൻ ലീവായ്ക്ക് ഒത്തിരി വിശ്വാസമുണ്ട്. എന്തെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്താനായിട്ട് തയ്യാറായെങ്കിൽ മാത്രമേ എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിയുമെന്ന് ഇവിടെ മഞ്ഞമുടിയൻ ഉറപ്പിച്ചു പറയും. അതേസമയം ടൈറ്റൻസിനെ അറ്റാക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും കഴിയുന്ന ഒരു ആയുധത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് വെളിവാക്കുകയാണ്. സ്റ്റീൽ റോയ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു വലിയ വെപ്പൻ. ആക്ച്വലി അതിൽ 7 കുഴലുകളാണ് ഉള്ളത്. ആ കുഴലുകളിലെല്ലാം തന്നെ അമ്പുകളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റീൽ വയർ, സ്റ്റീലിന്റെ ചെയിനുകളാണ് ഉള്ളത്. വൺസ് അത് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയാൽ അത് ഓപ്പോസിറ്റുള്ള ആളുടെ ദേഹത്തോടെ കുത്തിയിറങ്ങി അവരെ ഒന്നായിട്ടും ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് ആ ഒരു മെഷീൻ കൊണ്ട് സഹായകമാവും. കട്ട് ചെയ്ത ഇവിടെ ലീവായി ആൻഡ് ടീമാണെങ്കിൽ അതിന്റെ കഴുത്ത് വെട്ടാനായി അതിന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കും. പക്ഷേ അതിന്റെ കൈ കൂടുതൽ സ്ട്രോങ് ആക്കും. ലീവായുടെയും ടീമിന്റെയും സ്ക്വാഡ് അങ്ങനെ പൊട്ടിത്തകർന്നു പോവാണ്. അവരാണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ഓ നോ,
ആർമർ ടൈറ്റൻസിന്റെ ഒരു സ്പെഷ്യൽ എബിലിറ്റി ആണിത്. അവരുടെ ശരീരഭാഗം കൂടുതൽ സ്ട്രോങ് ആക്കുക എന്നത്. പിടികിട്ടിയ കമാൻഡർ എർവിൻ ആണെങ്കിൽ ഒരു സോൾജിയറിനെ അവിടേക്ക് വിളിച്ചു വരുത്തും. നമ്മുടെ കയ്യിലുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് അതിന്റെ കൈ അങ്ങനെ തകർത്ത് കളയും. അത് കേട്ട് ആ ഒരു സോൾജിയർ പറയും, ഇതിൽ നമ്മുടെ കയ്യിലുള്ള സ്ഫോടക വസ്തുക്കളുടെ ആ ഒരു വീര്യം അത് വളരെ കൂടുതലാണ്. അതുപയോഗിച്ച അതിനുള്ളിലുള്ള ആൾ പോലും മരിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് അദ്ദേഹം പറയും, ഞാൻ ഇൻഫർമേഷൻ തരും, ഇൻസ്ട്രക്ഷൻ തരും, അതനുസരിച്ച് കറക്റ്റായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. ഉടനെ എല്ലാവരും എസ് ആർ എന്ന് പറഞ്ഞ് അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ക്യാപ്റ്റൻ ലീവായ് ആണെങ്കിൽ ആ ടൈറ്റന്റെ തലയ്ക്ക് മുകളിലേക്ക് കയറി വരും. നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ഒരുപാട് സോൾജിയേഴ്സിനെയാണ്. പക്ഷെ കുഴപ്പമില്ല, നിന്നെ ഇപ്പൊ പിടിക്കാനായിട്ട് എനിക്ക് പറ്റി. ഇത്രയും സമയം തന്നിട്ടും നിന്നെ ഇത്രയൊക്കെ ചെയ്തിട്ടും നിന്റെ ഉള്ളിലെ ആ യഥാർത്ഥ മനുഷ്യരൂപം അതിപ്പോഴും പുറത്തേക്ക് വരുന്നില്ല. ഓക്കെ, നിന്റെ കൈയും കാലും ഒന്നൊന്നായിട്ട് ഞാൻ വെട്ടിയെടുക്കട്ടെ, കുഴപ്പമില്ലല്ലോ. എന്നെക്കൊണ്ടത് റീജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ലേ? നിമിഷം ആ ഒരു ലേഡി ടൈറ്റൻ അതാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അതിന്റെ ശബ്ദം കേട്ട് കാട് ചുറ്റുമുണ്ടായിരുന്ന ടൈറ്റൻസ് എല്ലാം ഇപ്പോ അകത്തേക്ക് കയറി പോകും. അബ് സോൾജിയേഴ്സ് ആണെങ്കിൽ അവറ്റകളെ നശിപ്പിക്കാനായിട്ട് അവരുടെ പിന്നാലെ പോകും. ഇവിടെ സഷയാണെങ്കിൽ കാഷയെ തടഞ്ഞു വെക്കുകയാണ്. നീ ഇപ്പൊ അവിടേക്ക് പോകാൻ പാടില്ല. ആക്ച്വലി ഈ ശബ്ദം ഞാൻ കേട്ടിരുന്നു. ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തിനടുത്തുള്ള കാട്ടിൽ നിന്ന് ഇതേ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നും കിട്ടാത്ത പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരു മൃഗത്തിന്റെ അലർച്ച. അതാണ് എനിക്കപ്പോൾ തോന്നിയത്. അതേ അലർച്ച തന്നെയാണ് ഇപ്പോഴും ഞാൻ കേട്ടത്. നമ്മുടെ ചുന്ദരിപ്പെണ്ണ് മിക്കാഷയാണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ഞാനും ജീവിച്ചത് ഒരു കാടിന് നടുവിൽ തന്നെയാണ്. സോ എനിക്കിതിൽ വലിയ ഭയവും തോന്നുന്നില്ല. കട്ട് ചെയ്ത ഇവിടെ ടൈറ്റൻസ് കുട്ടികളാണെങ്കിൽ ഇപ്പൊ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അങ്ങനെ തലച്ച് ഓടി അടുക്കുകയാണ്. കോപ്സ് ആണെങ്കിൽ ഇപ്പൊ ടൈറ്റൻസിനെ അറ്റാക്ക് ചെയ്യാൻ അവർക്ക് നേരെ വരും. പക്ഷെ ടൈറ്റൻസ് ആണെങ്കിൽ ആ കോപ്സിന് മൈൻഡ് പോലും ചെയ്യാതെ മുൻപോട്ടേക്ക് അങ്ങനെ കുതിച്ചു പായാണ്. അടുത്ത നിമിഷം തൊട്ടടുത്തെത്തിയ 3 ടൈറ്റൻസിനെ ക്യാപ്റ്റൻ ലീവായ് ആണെങ്കിൽ അങ്ങനെ വെട്ടി താഴെയിടും. ഒരു ടൈറ്റൻ ആണെങ്കിൽ ഓടി വന്ന്, ഒരു കുഞ്ഞു ടൈറ്റൻ ആണെങ്കിൽ ഓടി വന്ന് ഇപ്പൊ ആ പെൺ ടൈറ്റന്റെ കാലങ്ങനെ കടിച്ചു പറിക്കുകയാണ്. അത് കണ്ട് എല്ലാവരും ഞെട്ടും. അപ്പോഴായിരിക്കും അവർ ആ സത്യം മനസ്സിലാക്കുക. ആ ടൈറ്റൻസ് ലക്ഷ്യമിട്ട് വന്നത് ആ പെൺ ടൈറ്റനെയാണ്. കാര്യം മനസ്സിലാക്കിയ എർവിനാണെങ്കിൽ ഇപ്പൊ കോപ്സിനോട് ആ ഒരു പെൺ ടൈറ്റനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറയും. അവരതിന് ശ്രമിക്കുമെങ്കിലും ടൈറ്റൻസ് എല്ലാം തന്നെ ആക്രമിച്ച് ദൂരേക്ക് തെറിപ്പിച്ചതിന് ശേഷം ഇപ്പോ ആ ഒരു പെൺ ടൈറ്റനെ കടിച്ചു പറിക്കും. കാര്യം കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ ഇവൻ സ്മിത്ത് ആണെങ്കിൽ എത്രയും വേഗം അടുത്തുള്ള ആ ഒരു നഗരത്തിലേക്ക് അവിടെയുള്ള കോപ്സിനോട് പോകാനായിട്ട് പറയും. ശേഷം ലീവായും ടീമും അവിടേക്ക് മടങ്ങി വരും. ആ ടൈറ്റൻസ് എല്ലാം തന്നെ ഇപ്പോൾ അവളെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. അതെ, അവളുടെ പ്ലാൻ അത് വർക്കൗട്ടായി. ആരാണെന്നും എന്താണെന്നുള്ള സീക്രട്ട് അറിയാതിരിക്കാൻ വേണ്ടിയാണ് അവളെ തന്നെ ആ ടൈറ്റൻസിനെ ഉപയോഗിച്ച് നശിപ്പിച്ച് കളഞ്ഞത്. ഇപ്പൊ നമ്മുടെ ലക്ഷ്യം അത് ശരിക്കും എന്തെങ്കിലും നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയാതെ തിരികെ പോയ കോർട്ടിന് മുൻപിൽ നമ്മൾ ഉത്തരം പറയേണ്ടതായിട്ട് വരും. മാത്രമല്ല നമ്മുടെ ഹീറോ പയ്യന്റെ ജീവനും അതിനുശേഷം അപകടത്തിലാവും. ഇതിനാണെങ്കിൽ അവരോട് പറയും, ഞാൻ സിഗ്നൽ കൊടുത്ത് എന്റെ സ്ക്വാഡിനെ ഇവിടേക്ക് വിളിക്കാം. ഇവിടെ മുഴുവൻ പുകയാണ്. സോ എത്രത്തോളം അവർക്ക് എന്റെ സിഗ്നൽ കാണാൻ കഴിയുമെന്ന് അറിയില്ല. ലീവായ് ആണെങ്കിൽ കേട്ടതിന് ശേഷം അവിടുന്ന് കടന്നു പോകാനായിട്ട് തുടങ്ങുകയാണ്. ക്യാപ്റ്റൻ എർവിൻ ആണെങ്കിൽ ഇപ്പൊ ലീവായോട് അവന്റെ ഗ്യാസ് ഫില്ല് ചെയ്യാനും ബ്ലേഡ് അത് പഴയതുപോലെ ഷാർപ്പനാക്കാനും പറയും. അതിൽ ലീവായ് പറയും, അതിനൊന്നും സമയമില്ല, എത്രയും വേഗം നമുക്ക് പോകണം. തന്നെ ക്യാപ്റ്റൻ എർവിൻ സ്മിത്ത് ആളാണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ഇതെന്റെ ഓർഡറാണ്. സോ അത് കേട്ട് ഇപ്പൊ ലീവായും അതനുസരിക്കുകയാണ്. അതിനുശേഷം സിഗ്നൽ കൊടുത്ത് അവർ അവിടുന്ന് പോകാൻ തയ്യാറാവും. ഇതാ ഇവിടെ എൽഡാണെങ്കിൽ ഒലിവയോടും പെട്രയോടും ആദ്യത്തെ മിഷനെ അപേക്ഷിച്ച് നിങ്ങളിപ്പോ നന്നായിട്ട് ചെയ്തു. ഫസ്റ്റ് മിഷനിൽ നിങ്ങൾ പേടിച്ച് മൂത്രമൊഴിച്ചെന്ന് പറഞ്ഞ് അവരെ കളിയാക്കും. ഇവിടെ പെട്ര അവളാണെങ്കിൽ ഹീറോയോട് നന്ദി പറയും. താങ്ക് യു വെരി മച്ച്. നീ ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വിശ്വസിച്ചതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് വർക്കൗട്ട് ആയത്. ഇതാണെങ്കിൽ വീണ്ടും വീണ്ടും പെട്രയെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. അതിന് പെട്ര ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ഇത് നമ്മൾ പിക്നിക്കിന് വന്നതല്ല, മാത്രമല്ല പുതുതായിട്ട് കോപ്സിലേക്ക് വന്നവരെല്ലാം എന്നെക്കുറിച്ച് എന്ത് കരുതും. സോ ദയവ് ചെയ്ത് നീ എന്നെ ഇങ്ങനെ അപമാനിച്ച് സംസാരിക്കാനായിട്ട് പാടില്ല. അതേസമയം മറ്റൊരു സോൾജിയർ ആണെങ്കിൽ ഗ്രീൻ സിഗ്നൽ കൊടുത്ത് അവർക്ക് പോകാനുള്ള വഴി കാണിക്കും. ക്യാപ്റ്റൻ ഗ്യാദർ ആണെങ്കിൽ അത് കണ്ട് അതെ നമുക്ക് പോകാനുള്ള സിഗ്നൽ അത് കിട്ടിക്കഴിഞ്ഞു, ഒരു പക്ഷെ ക്യാപ്റ്റൻ ലീവായ് ആയിരിക്കും ആ ഒരു സിഗ്നൽ കൊടുത്തതെന്ന് പറഞ്ഞ് ആളും ഇപ്പൊ ഗ്രീൻ സിഗ്നൽ കൊടുക്കും. ഇവിടെ ഗ്യാദർ ആണെങ്കിൽ അത് കണ്ട് ആളുടെ സ്ക്വാഡ് രണ്ടും പുറത്തേക്ക് എടുക്കുകയാണ്. ഇവിടെ ആഞ്ചി ആണെങ്കിൽ എർവിൻ സ്മിത്തിനോട് നീ എന്തിനാണ് ക്യാപ്റ്റൻ ലീവായോട് റീസപ്ലൈ ചെയ്യാൻ പറഞ്ഞതെന്ന് റീസപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞതെന്ന് ചോദിക്കും. നമുക്ക് അതിനുള്ള സമയം സത്യത്തിൽ ഇല്ല. ഇവിടെ എർവിൻ ആണെങ്കിൽ അവന്റെ കൂടെയുള്ള ഹാൻജിയോട് പറയും, സത്യത്തിൽ ആ ഒരു ടൈറ്റനെ തിന്നുന്നത് നമ്മളെല്ലാവരും കണ്ടു, പക്ഷെ അതിൻ്റെ അകത്തുള്ള ആളെ തിന്നുന്നത് നമ്മൾ ആരും കണ്ടില്ല. ആളുടെ കയ്യിൽ 3D മാനുവൽ ഗിയർ കാണാം, നമ്മുടേതുപോലുള്ള യൂണിഫോം കാണാം. അത് കേട്ട് അവർ രണ്ടുപേരും ഞെട്ടും. ഇവരാണെങ്കിൽ ഷോക്കായിട്ട് നീ ആരാണെന്ന് അവരോട് ചോദിക്കുകയാണ്. അടുത്ത നിമിഷം ഇവിടെ വലിയൊരു യുദ്ധം ഉണ്ടാവും. നമ്മുടെ ആൾക്കാരെല്ലാവരും ആ ശബ്ദം കേട്ട് അവിടേക്ക് വരും. ഇവിടെ ഹീറോ ആണെങ്കിൽ അതുകൊണ്ട് ഭയപ്പെടും. ഗ്യാദർ അവൻ മരണപ്പെട്ട് കിടക്കുകയാണ്. അവര് ഭയത്തോടുകൂടെ ആ സത്യം തിരിച്ചറിയും. അവരുടെ ഇടയിൽ തന്നെ ആ ഒരു സ്പൈ ഉണ്ട്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.